സക്സസ്ഫുൾ ആയ ഓരോ പ്രോഡക്റ്റിന്റെയും പിന്നിൽ സ്ട്രോങ് ആയ R&D ടീം, സ്ഥിരമായ റിലീസുകൾ, തുടർച്ചയായ അപ്ഡേറ്റ്സുകൾ എന്നിവ അത്യാവശ്യമാണ്. ചിലപ്പോഴൊക്കെ റിലീസുകൾക്ക് ശേഷവും എൻഡ് യൂസറിൽ നിന്നും ബഗ് റിപ്പോർട്ടുകൾ വരുന്നത് നമ്മൾ സ്ഥിരമായി കാണാറുണ്ട്. ഇത് ചെറിയൊരു പ്രശ്നമല്ല, കാരണം ഓരോ ബഗും കസ്റ്റമേഴ്സിന്റെ ട്രസ്റ്റിനെ നേരിട്ട് ബാധിക്കുന്നു. ട്രസ്റ്റ് നഷ്ടപ്പെടുമ്പോൾ അത് പ്രൊഡക്റ്റിന്റെ ഗ്രോത്തിനെ തന്നെ ഡയറക്റ്റ്ലി ഇമ്പാക്ട് ചെയ്യും. അതിനാൽ കോംപ്രഹെൻസീവ് ബഗ് ഓഡിറ്റ് നിർബന്ധമാണ്. ഓരോ റിലീസിന് ശേഷവും സിസ്റ്റമാറ്റിക് ബഗ് ഓഡിറ്റ്, എൻഡ് യൂസർ ഫീഡ്ബാക്കിനെ സ്ട്രക്ചർഡ് ആയിട്ട് ക്യാപ്ചർ ചെയ്യൽ, റൂട്ട് കോസ് അനാലിസിസ് നടത്തി റിക്കറിംഗ് ഇഷ്യൂസിന് പ്രിവെന്റ് ചെയ്യൽ, ഇവയൊക്കെയാണ് പ്രൊഡക്റ്റിന്റെ ട്രസ്റ്റ് ഫാക്ടർ ഉറപ്പാക്കുന്ന മെത്തേഡ്സ്. നിങ്ങളുടെ QA പൈപ്പ്ലൈൻ തകരാറിലാണെന്ന് കാണിക്കുന്ന 4 ക്രിട്ടിക്കൽ സൈൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സൈൻ 1, ബഗ്സ് ആർ ഫൗണ്ട് ബൈ എൻഡ് യൂസർ. കസ്റ്റമറുടെ അടുത്ത് നിന്ന് ഒരുപാട് ബഗ്ഗുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ടോ എങ്കിൽ കോർ സിനാരിയോസ് ടെസ്റ്റ് ചെയ്തിട്ടില്ല, എഡ്ജ് കേസസ് മിസ്സായിട്ടുണ്ടാകാം, അതേപോലെ റിയൽ യൂസർ വർക്ക് ഫ്ലോസ് QA സ്യൂട്ടിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാകാം. ഇത് ടെസ്റ്റിംഗ് പൈപ്പ് ലൈനിൽ ക്രിട്ടിക്കൽ ബ്ലൈൻഡ് സ്പോട്ട്സ് ഉണ്ടെന്നതിനുള്ള തെളിവുകളാണ്. സൈൻ 2, റിലീസസ് ആർ സ്ലോയിങ് ഡൗൺ ആൻഡ് ബിക്കമിങ് റിസ്കി. ന്യൂ ഫീച്ചേഴ്സ് ഡിപ്ലോയ് ചെയ്യുമ്പോൾ റിസ്കി ആയി തോന്നാറുണ്ടോ? അതേപോലെ റിലീസസ് ഓരോ തവണയും ഡിലേ ആകുന്നുണ്ടോ? ഇത് റിലീസ് പ്രോസസ് വീക്ക് ആണെന്ന് സൂചിപ്പിക്കുന്നു. ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടെസ്റ്റിംഗ് കൺസിസ്റ്റന്റ് അല്ല, ടെസ്റ്റ് കവറേജ് ഫുൾ അല്ല, റിഗ്രഷൻ ടെസ്റ്റിംഗ് റിപ്പീറ്റബിൾ അല്ല, അതേപോലെ ഓട്ടോമേഷൻ സ്യൂട്ട് സ്റ്റേബിൾ അല്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഓരോ റിലീസും പക്ക ഗാംബ്ലിംഗ് ആവും. സൈൻ 3, ഹൈ ഡിഫക്ട് ലീക്കേജ് ഇൻ ടു പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനിൽ വീണ്ടും ക്രിട്ടിക്കൽ ഇഷ്യൂസ് വരുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? അത് ടെസ്റ്റ് കവറേജിൽ സീരിയസ് ഗ്യാപ്സ് ഉണ്ടെന്നതിനുള്ള വ്യക്തമായ തെളിവാണ്. ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബൗണ്ടറി വാല്യൂസ് ടെസ്റ്റിംഗ് ചെയ്തിട്ടില്ല, നെഗറ്റീവ് ടെസ്റ്റ് കേസസ് ഇല്ല, ഹൈ റിസ്ക് യൂസർ ഫ്ലോസ് ടെസ്റ്റ് ചെയ്തിട്ടില്ല, അതേപോലെ API കോൺട്രാക്ട്സ് ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഇതുകൊണ്ടുണ്ടാകുന്ന ബിസിനസ് ഇമ്പാക്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലുതാണ്. ഇതുമൂലം കംപ്ലയൻസസ് ഇഷ്യൂസ്, സെക്യൂരിറ്റി വൾണറബിലിറ്റീസ്, ഓപ്പറേഷൻ ഫെയിലിയേഴ്സ് എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സൈൻ 4, QA ഡിപ്പെൻഡ്സ് ടു മച്ച് ഓൺ മാനുവൽ ടെസ്റ്റിംഗ്. മാനുവൽ ടെസ്റ്റിംഗിൽ ഹൈ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ ഡെവലപ്മെന്റ് സ്പീഡ് നാച്ചുറലി സ്ലോ ആകും, കൺസിസ്റ്റൻസി കുറയും, ഹ്യൂമൻ എറേഴ്സ് റിപ്പീറ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. ഓവർ ദ ടൈം ഇത് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയെയും കോസ്റ്റിനെയും ഡയറക്റ്റ്ലി ഇമ്പാക്ട് ചെയ്യും. ഇതുമൂലം സ്ലോ റിലീസസ്, മിസ്ഡ് ഡിഫക്ട്സ്, അതേപോലെ ഹയർ എഫേർട്സ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവയിൽ ഒരു സൈൻ പോലും നിങ്ങളെ പ്രോഡക്റ്റ് റിലീസിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ടൈം ഫോർ എ ടെസ്റ്റ് ഓഡിറ്റ്. സെക്യൂരിറ്റി ത്രെറ്റ്സ്, പെർഫോമൻസ്, ഫങ്ഷണാലിറ്റി ആൻഡ് ഓട്ടോമേഷൻ ഇഷ്യൂസ്, ഹിഡൻ ടെസ്റ്റിംഗ് ഗ്യാപ്സ് എന്നിവ ഐഡന്റിഫൈ ചെയ്യാൻ ഞങ്ങളുടെ QA എക്സ്പേർട്സ് നിങ്ങളെ സഹായിക്കും.